2025 തുടക്കത്തിൽ തന്നെ മലയാള സിനിമ കാണാൻ പോകുന്നത് രണ്ട് മികച്ച സംവിധായകരുടെ കീഴിൽ മലയാളത്തിന്റെ രണ്ട് താരരാജാക്കന്മാരുടെ ചിത്രങ്ങൾ ഒരാഴ്ച ഗ്യാപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഹിറ്റ് സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ പ്രതീക്ഷയുള്ള സംവിധായകനായ തരുൺ മൂർത്തിയുമായിട്ടാണ് ലാലേട്ടൻ ഈ വരുന്ന ജാനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതേസമയം മമ്മൂക്ക ആകട്ടെ ആക്ഷൻ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും കൊണ്ട് പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവനൊപ്പമാണ് മമ്മൂക്ക ഈ വരുന്ന ജനുവരി 23 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ടാണ് ഗൗതം വാസുദേവനൻ ഒരു മലയാള ചിത്രം സംവിധാനം ചെയ്യുന്ന എന്ന പ്രത്യേകത കൂടി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിനുണ്ട്. രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ എം രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രമാണ് തുടരും. അതേസമയം മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ ആറാമതായി ഒരുങ്ങിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറായ ഷൺമുഖം എന്ന കഥാപാത്രമായി എത്തുമ്പോൾ മമ്മൂക്ക ആകട്ടെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ കീഴിൽ ഒരു ഡിറ്റക്റ്റീവ് ഓഫീസറായിട്ടാണ് എത്തുന്നത്. കൂടെ ഗോകുൽ സുരേഷുമുണ്ട്. ഡൊമിനിക്കിൻ്റെതായി പുറത്തുവന്ന ഒഫീഷ്യൽ ടീസറിന് ആദ്യം സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടാൻ സാധിച്ചപ്പോൾ ചിത്രത്തിന്റെ പുറത്തുവന്ന ഒഫീഷ്യൽ ട്രെയിലറിന് മികച്ച അഭിപ്രായം നേടാൻ സാധിച്ചു. അതേസമയം ലാലേട്ടന്റെ തുടരുമെന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തുവരാൻ ഒരുങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ തുടരുമെന്ന സിനിമയുടെ സൗണ്ട് മിക്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2025 തുടക്കം തന്നെ മലയാളത്തിന്റെ താരരാജാക്കന്മാരുടെ രണ്ട് സിനിമകളും വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏത് ചിത്രത്തിന് വേണ്ടിയാണ് കൂടുതലും കാത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ലാലേട്ടന്റെ തുടരുമെന്ന സിനിമയാണോ അതോ മമ്മൂക്കയുടെ ഡൊമിനിക്കിനാണോ? അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.